കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൃശൂർ ഇരിഞ്ഞാലക്കുട രൂപതയുടെ പള്ളികളിൽ ഇടയലേഖനം വായിച്ചു. അറസ്റ്റിൽ പ്രതിഷേധം തുടരുമെന്ന് ഇടയലേഖനത്തിൽ പറയുന്നു. ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ടു പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണ്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും ഇടയലേഖനത്തിലുണ്ട്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ 2 സന്യാസിനികളെ അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടച്ചതിന്റെ വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. 2014 മുതൽ ഭാരതത്തിൽ നടന്നു വരുന്ന ആസൂത്രിതമായ ക്രൈസ്തവ പീഡനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 4694 സംഭവങ്ങളിലെ ഏറ്റവും ഒടുവിലത്തേതാണ് 2025 ജൂലൈ 25-ന് അന്യായമായി തടവിലാക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവരുടേത്. ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട ഈ 2 സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമക്കുരുക്കുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്. CBCI, KCBC, സീറോ മലബാർ സഭ എന്നിവരുടെ തലവന്മാർ ആശങ്കകൾ അറിയിച്ചിട്ടും പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ നേതാക്കന്മാരും മലയാളികളായ MP-മാരും രേഖപ്പെടുത്തിയിട്ടും പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടും നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ഗുഡ് മോർണിംഗ്. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനമൊക്കെ ഉണ്ടായെങ്കിലും അതിലേക്ക് വഴിവെച്ചത് തങ്ങളുടെ ഇടപെടലാണ് എന്ന അവകാശവാദമാണ് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ക്രെഡിറ്റ് എടുക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടക്കുമ്പോൾ ഇവിടെ ഇടയലേഖനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ BJPക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. സഭാ നേതൃത്വത്തെ നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിച്ചെന്നും പിറ്റേ ദിവസം ജാമ്യം ലഭ്യമായതോടെ ഈ പ്രശ്നത്തിൽ വലിയ രീതിയിൽ നേട്ടം കൊയ്യാൻ കഴിഞ്ഞുവെന്നും BJP ആശ്വസിക്കുന്ന സമയത്താണ് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണൂക്കാടന്റെ ഇടയലേഖനം സഭയിലെ പള്ളികളിലൊക്കെ തന്നെ ഇന്ന് രാവിലെ വായിച്ചത്. പ്രധാനമായും ഇതിൽ പറയുന്നത് ജാമ്യം ലഭ്യമായാലും നിയമക്കുരുക്കിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന കന്യാസ്ത്രീകളുടെ അവസ്ഥ പ്രതിഷേധാർഹമാണ്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടില്ല. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നത് നിരാശാജനകമാണെന്നും രാജ്യത്തെ നിയമങ്ങൾക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരായി വ്യക്തികളെ ഭീഷണിപ്പെടുത്തുന്നതിനും അന്യായമായി തടവിൽ വെക്കുന്നതിനും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എതിർക്കപ്പെടണമെന്നും പറയുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അടിച്ചമർത്തലുകളെ മുളയിലെ നിയന്ത്രിക്കാൻ കഴിയണമെന്നും ഇടയലേഖനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇരിങ്ങാലക്കുട രൂപതയിലെ മിക്ക പള്ളികളിലും ഈ ഇടയലേഖനം വായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ജാമ്യത്തിൽ കാര്യങ്ങൾ തീരുന്നില്ല, കേസ് റദ്ദാക്കുന്നത് വരെയെങ്കിലും പ്രതിഷേധം തുടരുമെന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇത്തരത്തിലൊരു പ്രശ്ന പരിഹാരം സാധ്യമാക്കിയെന്ന് BJP അവകാശപ്പെടുമ്പോഴും എല്ലാ സഭയിലും എല്ലാ നേതൃത്വങ്ങളിലും ഈ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതിൽ ചില സ്ഥലത്തെങ്കിലും വിയോജിപ്പുണ്ടെന്ന വാർത്തയുമാണ് ഇതിൽ നിന്നും നാം അറിയേണ്ടത്. അത്തരത്തിലുള്ളതാണ് ഈ ഇടയലേഖനം. പള്ളികളിൽ ഇന്ന് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയതിനു ശേഷവും വായിക്കാനുള്ള സഭയുടെ തീരുമാനത്തിൽ നിന്നും മനസ്സിലാക്കി. അതായത് നടരാജ, ഈ കേസ് റദ്ദാക്കാത്തിടത്തോളം BJPയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് കൂടിയല്ലേ സൂചിപ്പിക്കുന്നത് ഇടയലേഖനത്തിൽ? ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ സഭാ നേതൃത്വത്തിലുള്ളവരിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു സൂചന അല്ലെങ്കിൽ അതൃപ്തി നൽകുന്ന തരത്തിലാണ് ഇതിലെ വാക്കുകൾ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടിയതിനു ശേഷവും ഇടയലേഖനം വായിക്കാനുള്ള തീരുമാനത്തിൽ സഭ മുന്നോട്ട് പോവുകയായിരുന്നു. 1-ാം തീയതി തന്നെ ഇത്തരത്തിൽ ഇടയലേഖനം വായിക്കണമെന്ന് സഭ തീരുമാനിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നെങ്കിലും ഇന്നാണ് ഇടയലേഖനം വായിച്ചത്. കഴിഞ്ഞ ദിവസം കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരുന്നു. വേണമെങ്കിൽ ഇന്ന് ഇടയലേഖനം വായിക്കാനുള്ള നിർദ്ദേശം രൂപതയ്ക്ക് പിൻവലിക്കാമായിരുന്നു. പക്ഷേ ഇടയലേഖനം വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക വഴി പ്രതിഷേധം അവസാനിക്കുന്നില്ലെന്നും കേസ് റദ്ദാക്കുന്നതിന് വരെ തങ്ങളുടെ നിലപാട് ഇത് തന്നെ ആയിരിക്കുമെന്നും അടിവരയിട്ട് പറയുകയാണ് സഭ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും BJP അവകാശപ്പെടുന്നത് പോലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതായി സഭ സമ്മതിക്കുന്നില്ല എന്നുകൂടി നമ്മൾ ഇതിൽ നിന്നും വായിച്ചിരിക്കുന്നു.